എന്താണ് കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണല്ലോ? സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. നമ്മള് പുതിയ ബാച്ച് ഇല്ലേ 5-ാം തീയതി തുടങ്ങുന്നേ ഈ വരുന്ന തിങ്കളാഴ്ച ഓവർസിയർ ബാച്ച്. ആ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു. നമുക്ക് നിഖിൽ സാറേയും കൂടെ കൂട്ടിയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സാറിനെയും കൂട്ടാം. എന്നാ നമ്മളെ പുതിയ ബാച്ച് ഉണ്ടല്ലോ മൺഡേ തുടങ്ങുന്ന, അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ പ്ലാൻ? സാർ നമ്മുടെ പുതിയ ബാച്ച് നമുക്ക് പൊളിക്കണം. കാരണം ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഫുള്ള് നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കണം. ഫുള്ള് നമുക്ക് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വേണം റാങ്ക്. ക്ലാസ്സസ് ഒക്കെ നമുക്കില്ലേ നിമി ബേസ്ഡ് ആയിട്ട് തന്നെ കൊടുക്കാം. ഇപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിമിന്ന് വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ ക്ലാസ്സും ഫുൾ നിമി ബേസ്ഡ് ആക്കി നമുക്ക് മാറ്റണം. പക്ഷേ ഓവർസിയർ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം നിമി അല്ലാതെ കുറച്ച് വൈഡർ ടോപ്പിക്കിൽ ചോദിക്കാറുണ്ട്. അതുപോലെ കുറച്ചും കൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. നമ്മള് എക്സാംസിന് നിമി മാത്രമല്ല, ഒന്നുകൂടെ ഗ്രേഡ് 2, 3 എക്സാംസുകൾ കൂടുതൽ നിമി ആണെങ്കിലും 1ഉം 2ഉം കൂടെ വരുമ്പോൾ എന്ത് വരുന്നുണ്ട്, പുറത്തുനിന്ന് നമുക്ക് ക്വസ്റ്റൻസുകൾ വരുന്നത്. നമ്മളത് മൊത്തത്തിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ തന്നെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം. ക്ലാസ് ഒക്കെ ലൈവ് ആണോ നമ്മുടെ? നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സുകളും നമ്മൾ ലൈവായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളുള്ള ബാച്ച് വന്നത് അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ ആ ഒരു പൾസ് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് അവരുടെ ഡൗട്ടുകൾ, എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് കാര്യങ്ങൾ, ക്ലാസ്സുകൾ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ ലൈവിന്റെ എഫക്റ്റീവ് എന്തായാലും നമുക്ക് റെക്കോർഡിൽ കിട്ടൂല. അതെ അതെ സാർ നമുക്ക് ലൈവ് ക്ലാസിന്റെ കൂടെ ഒരു മെന്ററിംഗ് സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം കുട്ടികളെ നമ്മൾ ഡയറക്റ്റ് കാണുന്നില്ല. അപ്പൊ ഇവർ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു അസിസ്റ്റൻസിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ നമ്മളിപ്പോ എല്ലാ ഓഫ്ലൈൻ ബാച്ചിനും ഓൺലൈൻ ബാച്ചിനും കുട്ടികൾക്ക് അറിയാം മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മെന്റേഴ്സിനെ വെച്ചിട്ട് അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ നമ്മൾ പുതിയൊരു പരിപാടി ഇപ്പോൾ മെന്റർ വെച്ചിട്ട് നമ്മൾ മന്ത്ലി നമ്മളൊരു സ്റ്റഡി പ്ലാൻ കൊടുക്കുക. അങ്ങനെ കുട്ടികൾ കുറേ പേരൊന്നും ക്ലാസ്സുകൾ കറക്റ്റ് ഓർഡറിൽ കാണണമെന്നില്ല. അവർക്ക് നമ്മൾ ഈ മന്ത്ലി ഒരു എന്തൊക്കെയാ പഠിക്കണം എന്നിട്ട് നമ്മൾ ആ മന്ത്ലി ആ പഠിക്കാൻ പറഞ്ഞ സംഭവത്തിൽ നിന്ന് ഒരു എക്സാം ഇടുക. അല്ല, നമുക്ക് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ കൂടെ എന്ത് ചെയ്യാം, മെന്ററെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സാർ പറഞ്ഞ പോലെ വളരെ നല്ല കാര്യം. കാരണം ആദ്യമായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആള് ചിലപ്പോൾ ഇത് തുറന്നു നോക്കിയാൽ എവിടുന്ന് പഠിച്ച് തുടങ്ങണം എന്ന് തന്നെ ഭയങ്കര ഡൗട്ട് ആയിരിക്കും. അത് മാത്രം പോരാ സാർ, ഇപ്പൊ എക്സാം പാറ്റേൺ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങി. 3rd ഗ്രേഡ് ലെവലിന് പോലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ നമ്മളെ കോഴ്സ് ആ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരണം. കാരണം എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികൾ വർക്ക്ഔട്ട് ചെയ്താലല്ലേ എക്സാമിന് പോകുമ്പോൾ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് മാത്രമല്ല, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ ആണ് അത് കൂടെ കിട്ടുക. കാരണം 4 സ്റ്റേറ്റ്മെന്റും വേറെ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെയും പുതുതായിട്ടുള്ള മെത്തേഡിലും സെപ്പറേറ്റ് സെഷൻസ് തന്നെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ എക്സാംസുകൾക്കും ഇപ്പോൾ ജനറൽ PSC ആണെങ്കിലും ഇതിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിലായാലും മാക്സിമം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഓരോ ചാപ്റ്ററുകൾ തീരുമ്പോൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സ്റ്റേറ്റ്മെന്റ് ടൈപ്പും പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഓരോ ടോപ്പിക്ക് തീരുമ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ആയിട്ട്, അതായത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തിരിക്കണം, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടണം അവർ. ശരിക്കും അങ്ങനെ തന്നെയാണ് സാർ വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ കുറെ തിയറി പഠിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ PSC പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ വേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ബാച്ച് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് പിള്ളേരും കൂടെ നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷെയറാക്കി എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും, പിള്ളേരെ ഹാപ്പി ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിനി ബിരിയാണിനെ കുറിച്ചുള്ള ചർച്ച ആവാം.